പി എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പി.വി. അൻവർ എം.എൽ.എ. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എം.ആർ. അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്. എം.ആർ. അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിമാണോ എന്ന് സംശയിച്ചു പോകുമെന്നും അൻവർ എം.എൽ.എ. പറഞ്ഞു. പത്തനംതിട്ട SP സുജിത് ദാസിന് കസ്റ്റംസിലുള്ള ബന്ധം കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM മുന്നറിയിപ്പുകൾ പരസ്യമായി തള്ളിക്കൊണ്ടുള്ള പി.വി. അൻവറിന്റെ ഗുരുതര ആരോപണങ്ങളിൽ കടുത്ത വെട്ടിലായി ആഭ്യന്തര വകുപ്പും പാർട്ടിയും. ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നാണ് അജിത് കുമാറിനും PV ശശിക്കുമെതിരായ ആരോപണങ്ങളിലൂടെ ഭരണകക്ഷി MLA വിമർശിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ വരെ ചോർത്തിയെന്ന അൻവറിന്റെ തുറന്നുപറച്ചിൽ ഇടത് കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്നത് വലിയ അമ്പരപ്പാണ്. SP ഓഫീസിന് മുന്നിലെ സമരത്തിലും പുറത്തുവന്ന വിവാദ ഓഡിയോയിലും അൻവറിനോട് കടുത്ത അതൃപ്തിയിലാണ് CPM. താരസംഘടന അമ്മയുടെ കൊച്ചിയിലുള്ള ഓഫീസിൽ വീണ്ടും പോലീസ് പരിശോധന നടന്നു. 2 തവണയാണ് പോലീസ് എത്തി പരിശോധന നടത്തിയത്. നടന്മാരായ ഇടവേള ബാബു, മുകേഷ് എന്നിവർക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിന്മേൽ തെളിവ് ശേഖരണത്തിനായാണ് പ്രത്യേക അന്വേഷണ സംഘം അമ്മ ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. സംഘടനയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ടും ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമുള്ള രേഖകളിൽ വ്യക്തത വരുത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. കൂടാതെ ഇവർ സംഘടനാ ഭാരവാഹികൾ ആയിരുന്നെന്നത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ കണ്ടെത്തുന്നതിനായിരുന്നു പരിശോധന. നടനും MLA-യുമായ മുകേഷിനെതിരെ തൃശൂർ വടക്കാഞ്ചേരിയിലും കേസ്. വടക്കാഞ്ചേരിക്കടുത്തുള്ള ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. 2011 നടന്ന സംഭവമാണ് കേസിന് അടിസ്ഥാനം. ഭാരതീയ ന്യായ സംഹിത 354, 294B വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. കേസിൽ നോട്ടീസ് നൽകി മുകേഷിനെ വിളിപ്പിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുണ്ടായ സിനിമാ പീഡന വിവാദത്തിൽ മൗനം വെടിഞ്ഞ നടൻ മമ്മൂട്ടി. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ലെന്നും അങ്ങനെയൊന്നിൽ നിലനിൽക്കാൻ പറ്റുന്ന രംഗമല്ല സിനിമയിലെന്നും മമ്മൂട്ടി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി. ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്നത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തിരുന്നതെന്നും മമ്മൂട്ടി വിശദീകരിച്ചു. സിനിമാ പീഡന വിവാദത്തിൽ തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ തന്നെ തകർത്തുവെന്ന് നടൻ ജയസൂര്യ. കുടുംബാംഗങ്ങളെ വിഷയം അഗാധ ദുഃഖത്തിലാഴ്ത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. US-ലുള്ള നടൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരിച്ചത്. വിവാദം ഉടലെടുത്ത ശേഷം ഇതാദ്യമായാണ് ജയസൂര്യയുടെ പ്രതികരണം. ജന്മദിന പോസ്റ്റിനോടനുബന്ധിച്ചാണ് താരം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മറുപടി നൽകിയത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ മാറ്റിയ CPM നടപടിയിൽ പ്രതികരിച്ച് കേരളത്തിലെ BJP ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ രംഗത്ത്. തന്നെ കണ്ടതാണ് EP സ്ഥാനത്ത് നിന്ന് നീക്കാൻ കാരണമെന്നത് അത്ഭുതപ്പെടുത്തിയെന്നാണ് X-ലൂടെ ജാവ്ദേക്കർ പ്രതികരിച്ചത്. CPM നടപടി ഏകാധിപത്യ മനോഭാവത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും അസഹിഷ്ണുതയുടെയും തെളിവാണെന്നും ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ ജീവിതവും വിവാദങ്ങളും തുറന്നെഴുതാൻ EP ജയരാജൻ. ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട EP-യുടെ ആത്മകഥ ഉടൻ പുറത്തിറങ്ങും. 6 പതിറ്റാണ്ട് നീണ്ട പാർട്ടി ജീവിതത്തിനൊടുവിൽ ആരും ഒപ്പമില്ലാത്ത AKG സെന്ററിന്റെ പടിയിറങ്ങി വന്നതിന്റെ നിരാശയിലും അമർഷത്തിലുമാണ് EP. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും BJP ബന്ധവും അടക്കമുള്ള വിവാദങ്ങളും കഴിഞ്ഞ ദിവസത്തെ പാർട്ടി നടപടി വരെ ആത്മകഥയിലുണ്ടാകും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ വ്യാജമായി പേര് ചേർക്കുന്നവർക്കെതിരെയും വ്യാജ കാർഡുണ്ടാക്കി വിതരണം നടത്തുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത്തരം കാർഡുകൾ ഉപയോഗിച്ചാൽ ചികിത്സാ ആനുകൂല്യം ലഭിക്കില്ല. സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലൂടെ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാസ്പ്. 3 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. മീററ്റ് ലക്നൌ, മധുര ബംഗളൂരു, ചെന്നൈ നാഗർകോവിൽ എന്നീ റൂട്ടുകളിലാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുക. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉത്തർപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലെ യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായിരിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നീക്കത്തിനെതിരെ കേന്ദ്രം. മമതയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച വനിതാ ശിശുക്ഷേമ മന്ത്രി അന്നപൂർണ ദേവി ബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ഭാരതീയ ന്യായ സംഹിതയിൽ കടുത്ത ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നും സംസ്ഥാനത്തെ 48,600 കേസുകളിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി കത്തിൽ പറയുന്നു. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഭിന്നതയെ തുടർന്ന് BJP ജില്ലാ പ്രസിഡന്റ് അടക്കം 2 നേതാക്കൾ കൂടി പാർട്ടി വിട്ടു. സംബ ജില്ലാ അധ്യക്ഷൻ കശ്മീർ സിംഗ്, യുവമോർച്ച ജമ്മു ജില്ലാ അധ്യക്ഷൻ കണവ് ശർമ്മ എന്നിവരാണ് പാർട്ടി വിട്ടത്. തങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി പ്രകടിപ്പിച്ചാണ് ഇവർ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത്.
അണ്ടർ-19 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വീണ്ടും മലയാളി തിളക്കം. ഓസ്ട്രേലിയൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ അണ്ടർ-19 ടീമിൽ തൃശൂർ പുന്നയൂർകുളം പരൂർ സ്വദേശിയായ മുഹമ്മദ് ഇനാൻ ഇടം പിടിച്ചു. സെപ്റ്റംബർ 21 ആരംഭിക്കുന്ന പരമ്പരയിൽ ഏകദിന മത്സരങ്ങളും ചതുർദിന ടെസ്റ്റുകളുമാണ് ഉള്ളത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ താരമായ 17-കാരൻ ഇനാൻ ലെഗ് സ്പിന്നറും മിഡിൽ ഓർഡർ ബാറ്ററുമാണ്.